അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യരായ സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ ഇതിനു മുന്നിൽ വന്നിട്ടുള്ളത്. നമ്മുടെ പുല്ലേപ്പടി ദാറുൽ ഉലൂം കോംപ്ലക്സിൽ വളരെ സ്തുത്യർഹമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൊച്ചിൻ യത്തീംഖാനയെക്കുറിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ഒരുപാട് കുട്ടികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പഠിച്ച് പഠനം പൂർത്തിയാക്കി അവരുടെ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അവരെത്തിച്ചേർന്നു. അൽഹംദുലില്ലാ. ഇവിടെ പഠിച്ചിരുന്ന ആ കുട്ടികൾ അവരുടേതായ ഒരു വേദി, പൂർവ്വ വിദ്യാർത്ഥികളുടേതായ ഒരു വേദി രൂപീകരിക്കാൻ തീരുമാനിക്കുകയും തദടിസ്ഥാനത്തിൽ കൊച്ചിൻ ഓർഫനേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന പേരിൽ, കൊറോസ എന്ന ചുരുക്കപ്പേരിൽ ഒരു കൂട്ടായ്മ അവർ രൂപീകരിച്ചു. ആ കൂട്ടായ്മ രൂപീകരിച്ചതിൻ്റെ ലക്ഷ്യം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പ്രാമുഖ്യം നൽകുക എന്നുള്ളത് തന്നെയാണ്. കാരണം അവർ അവരുടെ ബാല്യത്തിൽ അനുഭവിച്ച തിക്താനുഭവങ്ങൾ, ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകൾ, അവരുടെ കുടുംബങ്ങളിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, അതൊക്കെ അവരുടെ മനസ്സിൽ തങ്ങി നിന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരുമിച്ച് നിന്നുകൊണ്ട് കുറേ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത് രൂപീകരിച്ചത്. ഇപ്പോൾ അത് 16 വർഷം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് പിന്നിട്ടിരിക്കുകയാണ്. ഒരു ചരടിൽ കോർത്തിണക്കിയ മുത്തുകളെപ്പോലെ എല്ലാവരും, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരും അതിൽ കണ്ണികളായി ചേർന്നുകൊണ്ട് എല്ലാ വർഷവും വാർഷിക യോഗങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ മറ്റ് വളരെ ശ്രദ്ധേയമായ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു പോകുന്നു. പരിശുദ്ധ റമദാനിൽ അർഹരായ ആളുകൾക്ക് കിറ്റുകൾ വിതരണം ചെയ്യുന്നു. അതുപോലെ തന്നെ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് ചികിത്സാ സഹായം, ആശുപത്രികളിലെത്തി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അതിനുള്ള സഹായം, പിന്നെ അവരുടെ കൂട്ടത്തിൽ തന്നെ പഠിച്ചുപോയ കുട്ടികളിൽ നിന്ന് വിവാഹപ്രായമായ കുട്ടികളുടെ വിവാഹത്തിന് കഴിയുന്ന സഹായം എന്നിങ്ങനെയുള്ള ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നയിക്കുന്നതിൽ പ്രധാനമായും അവരോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവരുടെ പ്രവർത്തനങ്ങളെ എ മുതൽ ഇസഡ് വരെ എനിക്ക് നന്നായിട്ടറിയാം. അവർ അതിനൊപ്പം തന്നെ അവരുടെ ചെറുപ്പത്തിൽ അവർക്ക് കയറിക്കിടക്കാൻ വീടുകളുണ്ടായിരുന്നില്ല. ആരുടെയൊക്കെയോ വീടുകളിലായിരുന്നു അവർ താമസിച്ചിരുന്നത്, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിയായിരിക്കാം അവർ താമസിച്ചിരുന്നത്. അപ്പം അത് അവരുടെ മനസ്സിൽ ഇടം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ആലോചിച്ചു, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട കയറിക്കിടന്ന് ഉറങ്ങാൻ സ്ഥലമില്ലാത്ത, വീടില്ലാത്ത, തലചായ്ക്കാൻ ഇടമില്ലാത്ത ആളുകൾക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു സംരംഭം അൽ ഇഹ്സാൻ എന്ന പേരിൽ, അൽ ഇഹ്സാൻ അപ്പാർട്ട്മെൻറ്റ് എന്ന് പേരിട്ടുകൊണ്ട് അതിലേക്ക് അവർ ഇറങ്ങിത്തിരിച്ചു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സമ്പന്നനായി തീർന്ന ഒരാൾ 6 സെൻറ്റ് സ്ഥലം ഇവർക്ക് വഖഫായി അനുവദിച്ചു കൊടുത്തു, കാഞ്ഞിരമിറ്റം എന്ന് പറയുന്ന സ്ഥലത്ത്. ആ സ്ഥലത്ത് നല്ലൊരു പ്ലാൻ പാസ്സാക്കി ഏതാണ്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ട്രക്ചർ വർക്കുകൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് ഈ ഓഗസ്റ്റ് 2025 ഓഗസ്റ്റ് 15 അത് സമർപ്പിക്കണം അർഹരായ ആളുകൾക്ക് എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോഴുള്ളത്. അപ്പം അതുകൊണ്ട് അവർ കഴിയുന്നിടത്തോളം അവരുടെ സ്വന്തം, ഇവരാരും ധന്യരല്ല, സമ്പന്നരല്ല, അന്നന്ന് പ്രയാസപ്പെട്ട് വേലയെടുത്ത് ബുദ്ധിമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവരെല്ലാവരും. പക്ഷെ അവരുടെ മനസ്സിൻ്റെ നന്മ നമുക്ക് കാണാതിരുന്നുകൂടാ. അപ്പോൾ ആ നിലയിൽ അവരതുമായി മുന്നോട്ട് വന്നപ്പോൾ ഇവിടെയുള്ള അഭ്യുദയകാംക്ഷികളായ കുറച്ചാളുകൾ അതിനവർക്ക് പിന്തുണ നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ വർക്ക് തുടങ്ങി. ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ട്രക്ചർ വർക്ക് പൂർത്തിയായി, ഇഷ്ടികകൾ ഇറക്കിപ്പോൾ ഇഷ്ടിക കെട്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തം 80 ലക്ഷം രൂപയാണ് കണക്കാക്കിയത്. 8 വീടുകളുണ്ടാകും, 8 കുടുംബത്തിനുള്ള വീടുകളാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഏതാണ്ട് 80 ലക്ഷം രൂപ ഇന്നത്തെ കണക്കനുസരിച്ച് നമ്മൾ കണക്കാക്കി. അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഏതാണ്ട് 30 ലക്ഷത്തോളം രൂപ അവർ സമാഹരിച്ചു. ഇനി ബാക്കിയുള്ള തുക ഒരു 50 ലക്ഷത്തോളം രൂപ ഉണ്ടെങ്കിലേ അവർക്കിത് പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ.
ആ നിലയിൽ പരിശുദ്ധ റമദാനാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ സക്കാത്തിൽ നിന്നും സദക്കയിൽ നിന്നും ഒരു നല്ല വിഹിതം ഈ ഒരു സ്ഥാപനത്തിൽ അവർക്ക് അത് രജിസ്റ്റേർഡ് സംഘടനയാണ്, അതോടൊപ്പം തന്നെ അത് അക്കൗണ്ട് ഉണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി കൊണ്ടുപോകുന്നവരാണ്. അപ്പോൾ ആ നിലയിൽ നിങ്ങളുടെ ഒരു വിഹിതം ഇതിലേക്ക് നൽകി ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാ സാമ്പത്തിക സഹായവും ചെയ്ത് ആ വീടിൻ്റെ പണികളൊന്ന് പൂർത്തിയാക്കി നമ്മുടെ സമൂഹത്തിലെ വിശിഷ്യ അവരുടെ ഇടയിൽ തന്നെ തലചായ്ക്കാനിടയില്ലാത്ത പാവങ്ങളിൽ പാവപ്പെട്ട ആളുകൾക്ക് ഒരു അന്തി ഉറങ്ങാനുള്ള അവസരമായി ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർത്തീകരണത്തിന് കഴിവിൻ്റെ പരമാവധി സഹായിക്കണം. കാരണം ഇത് അത്രയേറെ അറിയാവുന്ന അടുത്തറിയുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഞാനിത് പറയുന്നത്. കാരണം ഇവരോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ ആ സ്ഥലം എടുക്കുന്നത് മുതൽ തറക്കല്ലിടുന്നത് മുതൽ പണി നടക്കുന്ന ഓരോ ഇടങ്ങളിലും ഇവരോടൊപ്പം കടഞ്ഞു എന്ന് കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കേവലം ഒരു അഭ്യർത്ഥനയായി കാണാതെ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട്, ആ ഗൗരവം എന്ന് പറയുന്നത് കേരളത്തിൽ എത്രയോ അനാഥശാലകൾ പ്രവർത്തിച്ചു പോയി. ഏതെങ്കിലും ഒരു അനാഥശാലകളിൽ നിന്ന് പഠിച്ചുപോയ കുട്ടികൾ ഇതുപോലെ ഒരു കൂട്ടായ്മ സൃഷ്ടിച്ച് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായിരിക്കുമെന്ന് പറയാൻ എനിക്ക് മടിയില്ല. ആ രംഗത്ത് സജീവമായി അവരുടെ പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വലിയ ഒരു സ്കീമിന്, പദ്ധതിക്ക് തുടക്കം കുറിച്ച ഇവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അത് പൂർത്തീകരിച്ച് അത് കൈമാറാൻ ഇൻഷാ അല്ലാഹ് 5-6 മാസത്തിനകം അത് കൈമാറണം. അതിനു വേണ്ടിയുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇവർക്ക് നൽകണം. നിങ്ങൾ നൽകുന്ന ഓരോന്നും അള്ളാഹു നിങ്ങളിൽ നിന്ന് യഥാവിധി സ്വീകരിക്കുകയും സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന നിലയിൽ അത് ഉപകാരപ്പെടുത്താൻ ഇവർക്കും കഴിയുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സഹായിക്കും എന്ന അങ്ങേയറ്റത്തെ പ്രതീക്ഷയോടെ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.